Hi dears, welcome back to our channel Rasina Nias. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അതായത് മേക്കപ്പ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ലേഡീസിന് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതാണ് ഞാനിങ്ങനെ ടർബനെല്ലാം കെട്ടി വന്നേക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആവേണ്ടി ഡ്രസ്സ് ചെയ്തല്ല കേട്ടോ. വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ മേക്കപ്പ് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ആൾക്ക് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങി പോകേണ്ട കല്യാണത്തിനൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഫീൽഡ് പ്രത്യേകിച്ച് അതായതുകൊണ്ട് ഫുള്ള് ഞാൻ HD മേക്കപ്പ് ചെയ്യുന്നില്ല. ഐലാഷ് ഇല്ല, ഐലൻസ് ഇല്ല, അങ്ങനെ കുറേ സംഭവങ്ങളില്ല. ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റെല്ലാം വെച്ചിട്ടാണ് ഞാനത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ എത്ര പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതെല്ലാം വെച്ചിട്ടാണ് മേക്കപ്പ്. ബേബി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബേബിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അവൾ ഉറങ്ങിയിട്ടുണ്ടായിട്ട് കുളിപ്പിച്ചിട്ട് ഉറങ്ങിയിട്ടെല്ലാം ഉണ്ടായി. അതിൻ്റെ അടുക്ക് ഞാൻ എന്തോ മേക്കപ്പ് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒച്ചാക്കുമ്പോൾ എണീച്ച് കളഞ്ഞ് മൈക്കെല്ലാം വെച്ചതാണ് മെല്ലെ വർത്താനം പറയാൻ അവൾ എണീക്കൂലാന്ന്. പക്ഷേ അവൾ എണീച്ചിട്ട് അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ക്യാപ്സെല്ലാം ഒരു കൈ തന്നെ ഞാൻ പിന്നെ തുറക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടോണർ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അതായത് എൻ്റെ ടോണർ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് തോന്നുന്നു. ഭയങ്കര ബ്രൈറ്റാണ്. നറിഷ് മന്ത്ര എന്നുള്ള ഒരു ഫേസ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്ലോസി ലുക്ക് തരാൻ നല്ലൊരു ടോണറാണ്. അപ്പോൾ നമുക്ക് ടോണർ സ്പ്രേ ചെയ്യാം. ഫസ്റ്റ് ടോണറിലും സ്പ്രേ ആക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധ വേണം. കുഞ്ഞുവാവ കയ്യിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ലുക്കും ആഫ്റ്റർ ലുക്കും കൂടി ഒന്ന് കാണുക കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഡാബ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിപ്പോൾ സമയം കുറവുള്ളതുകൊണ്ട് ഞാനത് ട്രൈ ആവുന്നവരെ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ആഫ്റ്റർ ഡെലിവറി എൻ്റെ സ്കിന്ന് മൊത്തത്തിൽ ടാൻ അടിച്ച്, അതായത് നമ്മളുടെ എന്താ പറയുക, ഹോർമോൺ വേരിയേഷൻ കാരണമാണ് ഈ സൈഡിലെല്ലാം ഭയങ്കരമായിട്ട് ടാനും പിമ്പിൾസും ഇതൊക്കെ വന്നിട്ട് സ്കിന്ന് ഭയങ്കര ഡല്ലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി മേക്കപ്പ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കാണുന്നുണ്ട് നറിഷ് മന്ത്ര. ഇതാണ് എൻ്റെ ടോണർ കേട്ടോ. ടോണർ 2-3 ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു 3-4 days ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിറം യൂസ് ചെയ്യാം. സിറം മസ്റ്റാണ് കേട്ടോ ഫേസിന്. അപ്പോൾ സിറം ഇല്ലാതെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് സിറം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ സിറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിറം യൂസ് ചെയ്യാം. സിറം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫേസിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് സിറം. നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ഇതിനെ കൊണ്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മാച്ച് ആവുന്ന സിറം ഏതാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. ഡെർമക്കോൻ്റെ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താ വാവേ? അപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം, അത്രേ വേണ്ടൂ. വാവച്ചി ഫസ്റ്റ് ടൈം മേക്കപ്പ് എല്ലാം ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. നോക്കാം നമുക്ക് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഈ ബ്ലാക്ക് മാർക്ക് എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഞാൻ എൻ്റെ ക്ലയൻസിന് മേക്കപ്പ് ചെയ്യുമ്പോഴും എൻ്റെ 2 കൈ തന്നെയാണ് കേട്ടോ. കൈ കൊണ്ടാണ്. പിന്നെ ബ്രഷ് സ്പോഞ്ചെല്ലാം യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്കത് അത്ര കംഫർട്ടബിൾ ആവില്ല കേട്ടോ. നമ്മളെ കൈ വെച്ച് തന്നെ നന്നായി ഡാബ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ യൂസിനുള്ള ബ്രഷുകൾ കേട്ടോ. ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇത് കുറേ നീളമുണ്ടായി. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പിടി ഞാൻ എടുത്തിട്ട് ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ. ഇന്നലെ എല്ലാം വാഷ് ചെയ്തിട്ട് വെച്ചതാണ് ബ്രഷ്. ഒരു യൂസ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ബ്രഷുകളെല്ലാം വാഷ് ചെയ്ത് വെക്കണം. സ്പോഞ്ച് ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. യൂസ് ചെയ്ത പാടെ നമ്മൾ വാഷ് ചെയ്യുന്നത് ബെറ്ററാണ്. നമ്മൾ ബ്രൈഡിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ഞാൻ സിറം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ബേബിൻ്റെ തന്നെ കേട്ടോ. ബേബിൻ്റെ തന്നെ മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലെങ്കിലും സ്കിന്ന് കുറച്ച് ബെറ്റർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നൈറ്റ് ടൈമെല്ലാം നമുക്ക് ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് സ്കിന്നെല്ലാം ഇങ്ങനെ ഡല്ലാവുന്നത്. വാവയ്ക്ക് മേക്കപ്പ് വേണോ? വാവേ ഇതാരോ ചോദിച്ചായിരുന്നു, പിന്നെ ഇങ്ങനെ മറുക് ഉള്ളതാണോ കേട്ടോ. അത് ഉള്ളത് തന്നെ, പോകുന്നില്ലല്ലോ. പക്ഷേ ചില സമയം ഞാൻ പുറത്ത് പോകുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി കൊടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ.
ഇനി എൻ്റെ സ്കിന്നെല്ലാം ഞാൻ റിപ്പയർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് കുറേ ദിവസമാകും കേട്ടോ. അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുണ്ട് സ്കിന്ന്. ഓക്കെ, മൈക്കിട്ടിട്ടുണ്ട്. വർത്താനം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് കേൾക്കുമായിരിക്കും. കാരണം കുറേ സൗണ്ടിൽ വർത്താനം പറയാനാവില്ല, കാരണം ഇവിടെ അടുത്ത് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ചെറിയ കുട്ടി ഫാൻ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഫേസിനെല്ലാം മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവർ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നോർമൽ വെളിച്ചത്തിൽ നിന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം. കുഞ്ഞുമാവ ഓടി കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസിൻ്റെ മോയ്സ്ചറൈസറും എല്ലാം ഇട്ടിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ സിറം പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സർവ് ആവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടും അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല ഇന്ന്, കാരണം വെയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിൽ കുറവാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം കേട്ടോ. അപ്പോൾ സൺസ്ക്രീന് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ അടിത്തറ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കളർ കറക്റ്റിങ് ചെയ്യാം കേട്ടോ. വാവ എന്തൊക്കെ പറയുന്നുണ്ട്. കളർ കറക്റ്റിങ് നമുക്ക് ചെയ്യണം ഇപ്പോൾ. അതായത് അവിടെ പാച്ചുകളുണ്ട്, അതൊക്കെ എനിക്ക് എന്താ വാവേ ടെർ ചെയ്യാം. അതിൻ്റെ ഞാൻ പ്രോ കൺസീലറാണ് എടുക്കുന്നത് കേട്ടോ. കൺസീലർ ഈ ഒരു കളറ് നമുക്ക് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ കുറേ ഗ്രീൻ കളർ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ കളർ കറക്റ്റിങ് നടക്കട്ടെ. എന്താ വാവേ സമ്മതിക്കൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മസ്റ്റായിട്ടും എല്ലാ ബിഗിനേഴ്സും മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് നമ്മളെ ഫേസിൽ എന്തെങ്കിലും എക്സ്ട്രാ ടാനും ബ്ലാക്ക് മാർക്സും പിന്നെ പിമ്പിളിൻ്റെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ഫിനിഷിങ് കിട്ടും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി, പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലഡും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതന്നെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വിഷമം കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ ഓർത്ത് നമ്മളിപ്പോൾ അതന്നെ ഓർത്തിട്ട് ഇങ്ങനെ ഡെസ്പായിരുന്നിട്ടൊന്നും ഒരു ഫലമില്ല. ഇത് നമ്മളെ ജോലിയാണ്. ഇപ്പോൾ നമ്മളവിടെ ഫ്ലഡായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ജോലിക്ക് പോകാതൊന്നും ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീക്ക് ഫുള്ള് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു വീക്കിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഐബ്രോസിൻ്റെ സൈഡിലെല്ലാം ഫുള്ള് ടാൻ അടിച്ചിട്ട്, അതായത് ഈ ഒരു ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഈ ഓയിലെല്ലാം ഇട്ടിട്ട് കുളിക്കലും നല്ല ചൂട് വെള്ളം മേത്ത് കൂടെ മുഖത്തിലെല്ലാം പിടിക്കലും പിന്നെ അതുപോലെ തന്നെ വാവൻ്റെ കൂടെ നമ്മൾ ഉറക്കൊഴിയലും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഫേസ് ഇങ്ങനെ ടാൻ അടിക്കുന്നത് കേട്ടോ. അതാണ് ഇത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ വെയിലത്തൊന്നും പോയിട്ടില്ലെങ്കിൽ നന്നായിട്ട് മുഖം വൃത്തികേടാകും. അപ്പോൾ ഹൈബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇത് ഞാൻ ശരിക്കും ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഷേപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് ഫില്ല് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏതാ കളർ വേണ്ടത്, ബ്രൗൺ വേണോ അല്ലോ ബ്ലാക്ക് വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഐബ്രോസാണ് മെയിൻ. നമ്മളെ ഫേസിൽ ഹൈലൈറ്റ് ആവുന്നത് നമ്മളെ ഐബ്രോസാണ്. നിങ്ങൾ ഐബ്രോസ് മൊത്തത്തിലൊന്ന് പഠിച്ച് നോക്കുക, ഫേസിൻ്റെ ഷേപ്പെല്ലാം എങ്ങനെ ഉണ്ടാവുന്നപ്പോൾ നമ്മൾ ഐബ്രോസാണ് മെയിൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട്, കാരണം ആഫ്റ്റർ ഡെലിവറി ഒരു ഓയിൽ മസാജിൻ്റെ സംഭവമെല്ലാം ആയിരിക്കും നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് ത്രെഡ് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പടർന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എക്സ്ട്രാ ഒന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ ഐബ്രോസ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചിങ്ങനെ വരഞ്ഞിട്ട് നമ്മളൊരു ബോക്സ് ഷേപ്പിലെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഐബ്രോസിന് നല്ല നീളം കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് നല്ല നീളമുള്ള ഐബ്രോ ആണ് ഭയങ്കര ഇഷ്ടം, അതാണ് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുന്നത്. പിന്നെ വേറെന്താ, പിന്നെ സോറി കേട്ടോ, വാവ ഇവിടെ ഭയങ്കര കളിയും എൻ്റെ കൂടെ വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഞാൻ നടുക്കൊന്ന് കട്ട് ചെയ്തതും കേട്ടോ. പിന്നെ നമ്മൾ ഐബ്രോസ് പെട്ടെന്ന് നമ്മൾ പണ്ടെല്ലാം നമ്മൾ പെൻസിൽ കൊണ്ട് വരഞ്ഞു കൊടുക്കും പോലെ വരഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. നീറ്റായിട്ട് അതിൻ്റെ ഒരു ബ്രഷ് ഉണ്ട്, ഈ ഒരു ബ്രഷ് വെച്ചിട്ട് വേണം നമ്മൾ ഐബ്രോസ് നീറ്റായിട്ട് വരഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ കൺസീലർ വെച്ചിട്ടോ അല്ല ഫൗണ്ടേഷൻ വെച്ചിട്ടോ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ എന്തായി ഐബ്രോസ് നീറ്റായിട്ട് നമുക്ക് ഒന്ന് എടുത്ത് കാണണമെങ്കിൽ ഐബ്രോസിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. വാവേ ഒരു മിനിറ്റ് വാവേ, നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ കൺസീലർ യൂസ് ചെയ്തിട്ട് തന്നെ ആവുള്ളൂ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷവും. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യുന്നുണ്ട്,
ഒത്തിരി നന്ദി, താങ്ക്സ്. നിങ്ങളെ കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. എന്നാലേ ഐബ്രോസിന് നല്ല നീറ്റായിട്ട് ഷേപ്പായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ എൻ്റെ ശരിക്കുള്ള ഐബ്രോസിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, ഞാൻ ഇത്തിരി വി ഷേപ്പാണ് ചെയ്യൽ. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഐബ്രോസ് ഒന്നും ത്രെഡിങ് ചെയ്യാത്തതുകൊണ്ട് ഒരു ഷേപ്പൊന്നും ഇല്ല. അത്യാവശ്യം ഞാൻ പെൻസിലും കൺസീലറെല്ലാം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സിന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ബിഗ് ഹായ്. ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്നും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇരിക്കട്ടെ. എന്തെങ്കിലും വീഡിയോസ് എല്ലാം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. ഒരാൾ പറഞ്ഞായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി കാണിച്ചപ്പോൾ ഉഴുന്നൊന്നും ഇല്ലാതെ നമുക്ക് ഇഡ്ഡലി ചുടാൻ പറ്റും പറഞ്ഞപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. അപ്പോൾ ഒരു മിനിറ്റ്, എൻ്റെ വാവ കരയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒക്കെ പോകുന്നത് പോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏത് രീതിയിൽ ഡ്രസ്സാണെങ്കിലും ഏകദേശം ഒരു പിങ്ക്, ഓറഞ്ച് അങ്ങനെയുള്ള ഒരു ലൈറ്റ് കളേഴ്സിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഐ ഷാഡോ വെച്ചിട്ട് സ്മോക്കി പോലെയും ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്തോ ഒരു പോലെ തോന്നും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ഒരു ഐ ഷാഡോ ഇട്ടത്. ഇത് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, ബ്രൈഡ് ആണെങ്കിലും അവിടെ ഡോട്ട് ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഫേസ് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം കേട്ടോ. ഓരോരോ ഡോട്ട് പിന്നെ ഇതിങ്ങനെ ദൂരെ ഇട്ടിട്ട് സ്പഞ്ച് വെച്ചിട്ട് അത് മെർജാക്കി എടുക്കാൻ പാടില്ല. നമ്മൾ ഫൗണ്ടേഷൻ ശരിക്കും ഇങ്ങനെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി പണിയെടുക്കേണ്ടി വരും. നന്നായിട്ട് അതിനെങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം. നമ്മളതിനെ നീക്കാൻ പാടില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് ഉരച്ചെടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ നോർമലി ക്രീം ഇടുന്നതെല്ലാം നിങ്ങൾ
ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ കയ്യെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കില്ലല്ലേ, അങ്ങനെ ഉരയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക, അതായത് അവിടെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മൂവ് ആയിക്കോളും. അതായത് നമ്മൾ ബ്രഷും സ്പോഞ്ചെല്ലാം വെച്ചാണെങ്കിൽ, ഇപ്പോൾ സ്പോഞ്ച് ആണെങ്കിൽ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിൽ നമ്മളതൊന്ന് വെട്ട് ചെയ്തിട്ടാണ് എടുക്കൽ. അപ്പോൾ ഞാൻ ഈ ബ്രഷിന് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വെട്ട് ചെയ്തിട്ട് ഒന്ന് നല്ല തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മളിത് എടുക്കണം. അപ്പോൾ ചില പേര് ഓർക്കും ഫൗണ്ടേഷൻ നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഇട്ടാൽ മതി എന്നിട്ട് ബ്ലെൻഡ് ചെയ്യലാന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നന്നായിട്ട് ഇപ്പം ഞാൻ തേച്ചതുപോലെ തന്നെ ഫൗണ്ടേഷനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത്തിരി പണി എടുക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലേ നമ്മളെ മേക്കപ്പിന് നന്നായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടുള്ളൂ. അല്ലാതെ ചില പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ആവലില്ലല്ലോ. കാരണം അവിടെ ഡോട്ട് ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഫിനിഷ് കിട്ടൂല. ഫൗണ്ടേഷൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് പണിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ, എന്നാലേ നീറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എൻ്റെ ഐക്ക് ഞാൻ ഇട്ടത് ഒരു ലൈറ്റ് ഒരു പിങ്കും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുപോലത്തെ ഷെയ്ഡുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ബ്രൗണ്, പിന്നെ ലൈറ്റ് ഓറഞ്ച്, ഒരു ഡാർക്ക് ഓറഞ്ച്, അതിന് ഏതെങ്കിലും ഒരു ഇരുണ്ട കളറ് മിക്സ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അത് പിന്നെ ഗ്രീൻ ഷെയ്ഡിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഗ്രീൻ, ബ്ലൂ അങ്ങനെയുള്ള കളറിലൊന്നും നിങ്ങൾ ഐ ഷാഡോ ഇടാതിരിക്കുക. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ വന്നിട്ടും കുഴപ്പമില്ല, ഡാർക്ക് ബ്ലൂ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാൻസിൻ്റെ ലുക്ക് തോന്നും നിങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ ഒരു ടൈപ്പ് ഡാർക്ക് പിങ്ക് കളറ്, അത് ഒറ്റ കളറായിട്ട് ഇടാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് ഒരു പിങ്ക് ഷെയ്ഡ് വേണമെങ്കിൽ അതിനൊന്ന് നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്നിങ്ങനെ കളറിനൊന്ന് മാറ്റി കൊടുക്കുക, വേറൊരു ഷെയ്ഡും കൂടി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഐബ്രോസ് പിന്നെ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നോസിൻ്റെ നേരെ മുകളിൽ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല നീണ്ട ഐബ്രോസാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുക. അതിന് ഞാൻ ഐബ്രോസ് എല്ലാം ത്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് നീറ്റായിട്ട് ത്രെഡ് ചെയ്തിട്ട് ഞാനതിന് കാണിച്ചു തരാം കേട്ടോ. കാരണം ഈ ഒരു രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടാൽ തന്നെ എൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക്. എന്താ വാവേ കരയണത്? കരയണ്ട. ബ്ലാക്ക് മാർക്ക് ഫുള്ള് കവറാവുള്ളൂ. എന്നിട്ടും അത്രയും കവറായിട്ടില്ല. പിന്നെ ആവുന്നതും നിങ്ങൾ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്ക് ഷെയ്ഡും ഫൗണ്ടേഷൻ എന്നും നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് സ്കിൻ ടോണിന് മാച്ചായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ എടുക്കുന്നത് ചില ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഒരു ഡാർക്കും ഒരു ലൈറ്റും ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മാച്ചാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒന്നോ ഡാർക്ക് കൂട്ടിയിട്ടോ അല്ല ലൈറ്റ് കൂട്ടിയിട്ടോ നമുക്കങ്ങനെ മാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുതന്നെ ഞാൻ കണ്ണിനൊക്കെ എഴുതി കൊടുക്കുന്നത് കേട്ടോ. ഹിമാലയൻ്റെ ഉണ്ട്, അത് വേഗം സ്പ്രെഡായി പോകും. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ എഴുതിയിട്ട് ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് അതിനൊന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കും. അപ്പോൾ വാട്ടർ ലൈനിൽ എഴുതുന്നത് ശരിക്കും നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ കണ്ണ് വിടർന്ന് നിൽക്കില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അത് സ്മഡ്ജ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് നല്ല രസമുണ്ടാവും. അതായത് നിങ്ങൾ ഫസ്റ്റ് ഐ ഷാഡോ ഇടുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐലൈനർ വെച്ചിട്ടാവില്ല, ഇങ്ങനെ ഐ ജെല്ല് അല്ലെങ്കിൽ ഇങ്ങനെ പെൻസിൽസ് എല്ലാം വെച്ചിട്ട് എഴുതിയിട്ട് അതിലൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ലുക്കായിരിക്കും കാണാൻ. പിന്നെ അതുപോലെ തന്നെ താഴേക്കും നമ്മൾ കാജൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഏത് ഐ ഷാഡോ കൊടുത്തിട്ടുള്ളത് അത് ഈ കാജലിൻ്റെ താഴോട്ടേക്ക് നമ്മൾ ചെറിയ ബ്രഷ് എടുത്തിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമ്മൾ ആ ഒരു നല്ലൊരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഐബ്രോസിൻ്റെയും നമ്മളെ കണ്ണിൻ്റെതും നമ്മളെ ലിപ്പിൻ്റെതും. അതാണ് നമുക്ക് ഫേസിൽ ഒരു ഹൈലൈറ്റിംഗ് പോയിൻറ്റ്. പിന്നെ നമ്മൾ ഫേസിന് നന്നായിട്ടൊരു ഷേപ്പ് തരാനുള്ളതും ഒരു ബ്രൈറ്റായിട്ട് കാണാനുള്ളതെല്ലാം ഈ ഒരു ഐസിൻ്റെ മേക്കപ്പും ഐബ്രോസിൻ്റെ മേക്കപ്പും ലിപ്പിൻ്റെതും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് 3 ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ലിപ്പിൻ്റെത് നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ആളാണ്, ലിപ്സ്റ്റിക്ക് അധികം ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ലൈറ്റ് കളറിലേക്ക് പോകുക. പിന്നെ ഐബ്രോസും ഐസും കൂടി നന്നായിട്ടൊന്ന് എൻഹാൻസ് ചെയ്യുക. അപ്പോഴേ മേക്കപ്പ് നന്നായിട്ട് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ദിവസം ഞാൻ മെനക്കെട്ടിട്ടുണ്ട്. അപ്പോൾ കോണ്ടോറിംഗ് ആണ്. കോണ്ടോറിങ്ങിൻ്റെ ആവശ്യമില്ല, ഡാർക്ക് കോണ്ടോറിംഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കോണ്ടോറിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചൂസ് ചെയ്യുക. ഡാർക്ക് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ലൈറ്റ് കോണ്ടോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം മെനക്കെട്ട് ഞാൻ വാവനെ ഉറക്കിയിട്ട് വന്നിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. വീഡിയോ എന്തായാലും എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാവ അപ്പം എണീക്കായിരുന്നു കേട്ടോ. ഇത് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സിൽ ഞാൻ ഇട്ട ഫൗണ്ടേഷനെങ്കായും ലൈറ്റ് കളർ ചൂസ് ചെയ്തിട്ട് ഒന്ന് സ്മജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വാവ എണീക്കുക. അങ്ങനെയാണ് ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ വാവ എണീച്ച് പിന്നെ വാവക്ക് ഞാൻ ഫീഡ് ചെയ്യാൻ പോയി. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കുർത്ത കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ആ ഡ്രസ്സ് മാറ്റി ഇപ്പോൾ വേറെ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഈ വീഡിയോസിൻ്റെ ജേർണിയിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തെടുത്ത വീഡിയോ ആണ് ഇത്. കാരണം വാവ ഇങ്ങനെ എണീച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓൾ ഏത് കാരണവശാലും എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. കുറേ സമയം ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് കുറേ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും വാവ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റില്ല. കാരണം ഓളും കൂടി സമ്മതിക്കണം. കാരണം ഏത് സമയത്താണ് അവൾ എണീക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ കുറച്ച് വലുതായതല്ലേ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്തെല്ലാം വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഓൾ എണീക്കാറുണ്ട്. പിന്നെ ഉറക്കം കണക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഓളെ കൂടെ തന്നെ ഞാൻ കളിക്കേണ്ട ഇത് വരും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നിർത്തി എടുത്ത ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു താ റസി, നമ്മളും കല്യാണത്തിനെല്ലാം പോകുമ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു മേക്കപ്പ് എല്ലാം ചെയ്യാൻ എളുപ്പമാവുമല്ലേ, ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇത് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റർ എടുത്തിട്ട് ഐബ്രോസിൻ്റെ സൈഡിലോട്ട് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അതൊന്നും ആവശ്യമുണ്ട് എന്ന് പറയില്ല, അതൊന്നും നിർബന്ധമല്ല കേട്ടോ. പക്ഷേ ഞാൻ കൊടുത്തതേ ഉള്ളൂ, ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് കുറേ ഹൗസ് വൈഫ്സ് എല്ലാം ഉണ്ടാവില്ലേ വീട്ടിൽ, എവിടെയും പോവാത്ത ആൾക്കാരെല്ലാം, അവർക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മേക്കപ്പിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളെല്ലാം മേടിച്ച്, ഞാൻ ഇതിൽ കാണിച്ച പ്രൊഡക്റ്റുകൾ കുറച്ച് മേടിച്ചിട്ട് ഇപ്പോൾ അത്രയും അറിയാത്ത ആൾക്കാരും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വീട്ടിലിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ട് പഠിക്കുക. ഐബ്രോസ് ചെയ്തിട്ടും കണ്ണ് ചെയ്തിട്ടും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടെല്ലാം പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു എന്താ പറയുക, നന്നായി മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇത് ഞാൻ നോസ് കോണ്ടോറിങ് ആണ് ചെയ്യുന്നത്. കാരണം എൻ്റെ നോസ് ഭയങ്കര ഇങ്ങനെ വണ്ണത്തിൽ നിൽക്കുന്ന നോസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോണ്ടോറിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഡാർക്ക് കളർ ലിപ്പ് ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ നോസ് ഒന്ന് ഇങ്ങനെ തിന്നായിട്ട് ഷാർപ്പായിട്ട് കാണിക്കാനാണ്. എന്നിട്ട് കോണ്ടോറിങ് ലൈൻ ചെയ്തിട്ട് അതിനിങ്ങനെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. മുകളിലേക്ക് പോകരുത് കേട്ടോ. ആ ഒരു പീസിലേക്ക് സെൻറ്ററിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വേറെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായില്ലേ, അങ്ങനെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സ് എല്ലാം നന്നായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 തവണ ഫേസിന് ഫൗണ്ടേഷനെല്ലാം അപ്ലൈ ചെയ്ത് ഐ ഷാഡോ എല്ലാം കൊടുത്ത് അതെല്ലാം സ്വന്തം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കല്യാണത്തിനെല്ലാം പോകുന്ന സമയത്ത് നീറ്റായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ മേക്കപ്പ് എന്ന് വെച്ചാൽ കുറേ ആൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീം ഏതെങ്കിലും പോൺസോ അല്ലെങ്കിൽ ഗാർണിയർ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ട് ഇട്ടിട്ട് പോവുകയാണ്. ഇല്ല, നമ്മൾ ഇത്തിരി ഫൗണ്ടേഷൻ മേടിച്ചിട്ടിട്ട് പോയാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഹൈലൈറ്ററാണ് കേട്ടോ, ക്രീം ഹൈലൈറ്ററാണ്. ഇത് ഫുൾ ഓൾ ഓവർ ഫേസിന് അപ്ലൈ ചെയ്യുക. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, ഒരു പിങ്ക് കളർ ടിൻറ്റ് ഉണ്ട് ഇതിന്, അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടുമെന്ന് വെച്ചിട്ട് ഹൈലൈറ്റ് പോയിൻറ്റ്സിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊന്നും ഇടേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾ നന്നായിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് പഠിച്ചാൽ അത് തന്നെ മതി. അതുപോലെ തന്നെ കണ്ണെയ്ത് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യാൻ പഠിക്കുക. ലിപ്സ്റ്റിക്ക് പിന്നെ എല്ലാവരും യൂസ് ചെയ്യൊന്നുമില്ല, ഓപ്ഷനാണ്. ചില പേര് യൂസ് ചെയ്യും, ചില പേര് യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്ന ആൾക്ക് അതും നന്നായിട്ട് ലിപ്പെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കട്ടെ. ഇപ്പോൾ ഈ വീഡിയോ തന്നെ കാണണമെന്നില്ല, എല്ലാ വീഡിയോ നിങ്ങൾ നല്ല മേക്കപ്പിൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്നെല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കളറുള്ള ആൾക്കാരാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡും ഇത്തിരി ഡാർക്കുള്ള ആൾക്കാരാണെങ്കിൽ
കുറച്ച് ഐവറി കളറെല്ലാം നോക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് ഒന്ന് ഡാർക്ക് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് മോയ്സ്ചറൈസറെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക ഫൗണ്ടേഷന്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക ഈ ഒരു മേക്കപ്പും കൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാതെ അയ്യോ എന്നും നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകാൻ ആഗ്രഹമുണ്ട്, ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റ് കാണണോ, നമ്മൾ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ പൈസ കൊടുത്തിട്ട് ഒരാളെ മേക്കപ്പിനെ വിളിക്കാനാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് ട്രൈ ചെയ്താലും നമുക്കതാവും കേട്ടോ. 1, 2, 3 പ്രാവശ്യം നമുക്കത് ശരിയാവില്ലായിരിക്കാം, പിന്നെ നെക്സ്റ്റ് നമുക്കത് വൃത്തിയായിട്ട് വരും. അപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ മേടിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രഷ് മേടിക്കുക, നല്ല ഫൗണ്ടേഷൻ ഒന്ന് മേടിക്കുക. നല്ല ഇത്തിരി വില കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്കത് കുറേ ദിവസത്തിന് യൂസ് ചെയ്യാം. വെറും ക്രീം ഇട്ടിട്ട് പോയാൽ, അതായത് ഇപ്പോൾ ഗാർണിയർ, ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള ക്രീമുകളുണ്ടല്ലോ, ഫേസ് ക്രീമുകൾ മാത്രം ഇട്ടിട്ട് പോയാൽ നമുക്കൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടില്ല. അത് നമ്മൾ ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അത് ചില പേർക്ക് എന്താണെന്ന് അറിയില്ല, ചില പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫേസിൽ നല്ല ബ്രൈറ്റാണ്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അത് ഭംഗി ഉണ്ടായിട്ടല്ല, ഇങ്ങനെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഫില്ലാക്കി കവറാക്കിയിട്ടെല്ലാം നടക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ച ഒരു വീഡിയോ ആണ് ഇത്. ഞാനും ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ തുടക്കത്തിലുണ്ടായ സന്തോഷം അവസാനം വരെ ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോരോ ബ്രഷും പിടിക്കുമ്പോൾ മോള് എണീക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എന്നാലും ഓക്കെ, ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി മേക്കപ്പ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. നോക്കാം, നിയാസ്കെല്ലാം വീട്ടിലുള്ള സമയത്ത് ഒരു വീഡിയോ എടുക്കട്ടെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ പിന്നെ ലിപ്പിലൊരു നല്ല ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലറോ അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനോ വെച്ചിട്ട് ലിപ്പിന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലിപ്പ് നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കും കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടിപ്സുകളുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മേക്കപ്പ് നല്ല സൂപ്പറായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സെയിം ഷെയ്ഡുള്ള ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യരുത്. അത് ഓക്സിഡൈസ് ആയി പോകും കേട്ടോ, അതായത് സ്കിന്നിലേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണ പെണ്ണിനെല്ലാം മേക്കപ്പ് ചെയ്തിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ലോണം അങ്ങനെ എന്തോ തേച്ച് പിടിപ്പിച്ച പോലെ. ഓക്കെ, അങ്ങനെ ഇരുന്നാൽ കുഴപ്പമേ ഇല്ല കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ പെണ്ണ് സ്റ്റേജിൽ നിന്നിട്ട് ഒരു 5-10 മിനിറ്റെല്ലാം കഴിയുമ്പോൾ അത് നന്നായിട്ട് വലിഞ്ഞോളും, അതായത് ഓക്സിഡൈസ് ആയിക്കോളും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ബ്രൈഡിനെല്ലാം ചെയ്യുന്ന സമയത്ത് ബ്രൈഡ് നല്ല കളർ ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഒരു ഷെയ്ഡ് കൂടുതലാണെങ്കിൽ ഒന്ന് വെലിഞ്ഞിട്ട് സ്കിന്നിലേക്ക് സെറ്റായിക്കോളും. അതുപോലെ തന്നെ നല്ലതായിട്ട് ഡാർക്കുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് ഒരു ഷെയ്ഡ് കൂടുതൽ അയ്യോ നമുക്കിത് തേച്ചാൽ എന്താ പറയുക ഫുള്ള് വെളുത്ത് കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ഷെയ്ഡ് തന്നെ ചൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹൗസ് വൈഫ്സ് എല്ലാം ഇങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മേക്കപ്പ് ഇടാതെ നിൽക്കുക. കുറച്ച് മുമ്പേ തന്നെ അതിന് സമയം കണ്ടെത്തിട്ടോ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് നന്നായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തേക്ക് നന്നായിട്ട് ഓക്സിഡൈസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിനത് നല്ല സെറ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ മാച്ചിങ് കളറിന് അത് വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫസ്റ്റ് ഇട്ടപാട് തന്നെ നിങ്ങളോട് ചില പേര് പറയുമായിരിക്കും ഇതെന്താ മുഖത്ത് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്, ഇരിക്കട്ടെ, നോ പ്രോബ്ലം, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് കുറച്ച് കഴിയുമ്പോൾ വലിഞ്ഞോളും. ഓക്കെ, അപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താ പറയുക, നമ്മൾ എന്നും പ്ലെയിനായിട്ട് നമ്മൾ ഫേസ് കാണുന്നതും വിത്ത് മേക്കപ്പിലും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വിത്ത് മേക്കപ്പിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് വൃത്തികെട്ട മേക്കപ്പുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് മെയിൻ ഈ കണ്ണിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഐഷാഡോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒരു എന്താ പറയുക പുറത്ത് ബംഗ്ലാദേശിൽ കൊടുക്കുന്നത് പോലത്തെ എല്ലാം ഡ്രസ്സിൻ്റെ കളർ തന്നെ സെലക്ട് ആക്കിയിട്ട് അത് നിങ്ങൾ ഐഷാഡോ ആയിട്ട് ചൂസ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. അത് നമുക്ക് ഭംഗി ഉണ്ടാവില്ല കാണാൻ. നമ്മൾ ഏതാ ഡ്രസ്സ് ഇട്ടത് അതേ കളർ തന്നെ ഐഷാഡോ വേണമെന്ന് നമ്മൾ ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ഒരു ലൈറ്റ് ഷെയ്ഡിൽ കൊടുത്തിട്ട് 2-3 ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക, എന്നാൽ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെയെല്ലാം മേക്കപ്പ് ചെയ്ത് പോയാൽ തീരെ ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഐബ്രോ പെൻസിലെടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് പോകാതിരിക്കുക. ഐബ്രോ പെൻസിലാണെങ്കിൽ തന്നെ ദൂരെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ഐബ്രോ ഇങ്ങനെ വാരുന്ന ഒരു കോം പോലത്തെ സാധനം ഉണ്ടാവും, അത് മേടിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കണം, നല്ല മർജ് ചെയ്യണം. നമ്മൾ ഐബ്രോസിൻ്റെ മുടിയും നമ്മൾ ഈ ഇട്ട കാജലും കൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഐബ്രോസിൻ്റെ തന്നെ മേടിക്കണമെന്നില്ല, കാജലായാലും ഓക്കെ,
അത് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്ക് എഴുതിയ ആ ഒരു രീതിയിലൊന്നും ആവരുത്. പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടുന്നത് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് അങ്ങനെ ചുണ്ടിലങ്ങനെ തേച്ചിട്ട് പോകും. അത് ചിലപ്പോൾ ലിപ്പിൻ്റെ ആ ഒരു ലൈന് കാണുന്നില്ല, അതിൻ്റെ അടിയിലുണ്ടാവും, മുകളിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും അങ്ങനെ തന്നെ പോവുക. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പാക്റ്റ് ഇട്ടാൽ എനിക്കപ്പോൾ തന്നെ പിമ്പിൾ വരും കേട്ടോ. ഞാൻ സ്പിൻസിൻ്റെ BB ടാൽക്കാണ് റെഗുലർ യൂസിൽ ഞാൻ ചെയ്യുന്നത്. അത് നോർമൽ ഞാൻ ക്രീം ഇട്ടിട്ടാണെങ്കിലും അതിൻ്റെ മുകളിൽ സ്പിൻസിൻ്റെ BB ടാൽക്ക് കൊടുക്കും. അപ്പോൾ നല്ല ബ്രൈറ്റ് ഉണ്ടാവും കേട്ടോ സ്കിന്ന് കാണാൻ, ഫേസ് കാണാൻ. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് പിമ്പിളിൻ്റെ പ്രശ്നമില്ല, എൻ്റെ ഫേസിന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിയിലെല്ലാം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പൗഡർ കൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിലിങ്ങനെ ലൈൻസ് വരാൻ തുടങ്ങും കണ്ണിൻ്റെ അടിയിൽ. അത് നന്നായിട്ട് വിസിബിളായിട്ട് കാണും കേട്ടോ. അതുകൊണ്ട് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം മേക്കപ്പ് ഇങ്ങനെ ഫിനിഷ് ആവാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പ് ഫിക്സർ എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. നല്ല സ്പ്രേ ആക്കുന്നത്. അത് നിങ്ങൾ അടിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ദിവസം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഞാനിവിടെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുന്നില്ല. എനിക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് മേക്കപ്പിൻ്റെ ഫിക്സർ ഞാൻ യൂസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുക. അത് നന്നായിട്ട് ഗ്ലോ കാണുന്ന ഫിക്സർ ഉണ്ട്, അതല്ല നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫിക്സർ ഉണ്ട്. അതെല്ലാം നോക്കി മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഏതാ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട എണ്ണയും ഇപ്പോൾ കാണുന്ന എണ്ണയും ഒരുപാട് വ്യത്യാസമില്ലേ? കാരണം മെയിനായിട്ട് നമ്മൾ ഹൈബ്രോസിന് ഒരു ഷേപ്പ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മളെ കാണാൻ എന്താ പറയുക, വേറെ ലുക്കായിരിക്കും കേട്ടോ. നമ്മൾ ഐബ്രോസ് നന്നായി ഷേപ്പ് ചെയ്തെടുത്ത് അതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നല്ല കട്ടിയുള്ള ഐബ്രോസ് ആക്കി എടുത്താലേ നമ്മളെ ഷേപ്പ് തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നല്ല ലിപ്പായാലും കണ്ണായാലും ഒന്ന് എഴുതി കൊടുക്കുമ്പോൾ നമുക്കൊരു നന്നായിട്ടുള്ളൊരു ഫേസിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ. പിന്നെ നമുക്കറിയില്ല, നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നല്ലത് നല്ല 2 ഫൗണ്ടേഷൻ ചൂസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ വീട്ടിൽ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്ത് കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ അത് നിസ്സാരമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആവുന്ന ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നെക്കിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നെക്കിൻ്റെ സൈഡിൽ മാത്രമല്ല, എൻ്റെ വയറിലും അങ്ങനെയൊക്കെ നന്നായിട്ട് ടാനും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ഈ എണ്ണ തേച്ചുള്ള കുളിയിൽ കുറച്ച് മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി മാറാനുണ്ട്. അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, മെല്ലെ 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 നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡാർക്കും ഉണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ക്യൂബിക്സിലെല്ലാം ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നോസിൽ അപ്ലൈ ചെയ്തില്ല, അത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ സെക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലെല്ലാം സ്കിന്നിന് നല്ല ഗ്ലോ ആയിരിക്കും. പിന്നെ ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലും കുറച്ച് എപ്പോഴും ഞാൻ ഹൈലൈറ്റർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക്ക് ഭയങ്കര കളറാണെങ്കിൽ അതൊന്ന് സട്ടലാക്കി തരും ചെയ്യും, നല്ലൊരു ഷൈനി ലുക്കായിരിക്കും. പിന്നെ ചിന്നിലും ഞാൻ ഹൈലൈറ്റർ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു ചീക്ക് ബോൺസിലും ഹൈലൈറ്റിങ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫോട്ടോ സെക്ഷനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, ലൈറ്റുള്ള സ്ഥലത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ, സ്കിന്നിന് നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഇതൊന്നും ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റൂല്ലെങ്കിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് വേണമെങ്കിൽ വാസലൈൻ ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ കൊടുത്ത സ്ഥലത്തെല്ലാം വാസലൈൻ കൊണ്ട് നിങ്ങൾക്ക് മെല്ലെ മൂവ് ചെയ്തെടുക്കരുത്, അപ്പോൾ ഫൗണ്ടേഷൻ മൂവ് ആയി പോകും കേട്ടോ. വാസലൈൻ എല്ലാം ഉണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ചെറുങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ഇതേപോലെ ഷൈനിങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലിപ്പിൻ്റെ ക്യൂബിക്സിലെല്ലാം കൊടുക്കുമ്പോൾ ലിപ്പിനെല്ലാം നല്ല ഷേപ്പായിട്ട് കാണും. അതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം എൻ്റെ നോർമൽ കളറിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അതായത് എൻ്റെ ചെവിൻ്റെ കളറാണ് ഇപ്പോൾ എൻ്റെ ഫേസിന് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു മേക്കപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ചെവിൻ്റെ കളറിലും കുറേ കുറവാണ്. കാരണം അത്രയ്ക്ക് ടാൻ ആയിട്ടുണ്ട് ഫേസിൽ. ഇപ്പോൾ ഞാൻ മുഖ്യവാറും അങ്ങനെയാണ് ചെയ്യുക. എൻ്റെ ചെവിൻ്റെ കളർ നോക്കിയിട്ട് എൻ്റെ ഫേസിന് ഞാൻ മേക്കപ്പ് ഇടും, സെയിം അതേ കളർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ
ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെയും വാവ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു നെറ്റിച്ചുട്ടിയും വെച്ച് ഒരു ഇയറിംഗും മാത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കുന്നത്. നല്ല ഹെയർ സ്റ്റൈലെല്ലാം ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്തായാലും രക്ഷയില്ല. ഈ ഒരു സമയത്ത് വാവ കരഞ്ഞുകൊണ്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത്രയും ദൂരം ഞാൻ വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ ഒന്ന് ഫിനിഷിങ് സ്റ്റേജ് ഞാൻ എടുത്ത് കളയട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം വൈറ്റ് ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ഈ വൈറ്റ് ഡ്രസ്സിൽ പിന്നെയും ഓളെടുത്ത് ഫീഡെല്ലാം ചെയ്യാൻ, ഇതൊരു ഫീഡിങ് കുർത്തിയല്ല കേട്ടോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ നല്ലൊരു ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് ഇതിലും വിചാരിച്ചത് ഹെയറെല്ലാം സ്ട്രൈറ്റ് ചെയ്ത് ക്രിംപ് ചെയ്ത് നല്ലൊരു ഹെയർ സ്റ്റൈലും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞാൻ നല്ല ഹെയർ സ്റ്റൈലെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു വീഡിയോസിൽ മിക്സപ്പാണ്. ഡെയിലി വ്ളോഗ്സും ഉണ്ട്, വാവൻ്റെതും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പിൻ്റെതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഏതുപോലെയുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെയുള്ള വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നെറ്റിച്ചുട്ടി ഞാനിവിടെ കുത്തിയിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയുക ഉരുണ്ട് കളിക്കുന്നിട്ട്. അത് പിന്നെല്ലാം ബാക്കോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ശ്രദ്ധ മുഴുവനും വാവൻ്റെ മുകളിലാണ് കേട്ടോ. വാവ കരഞ്ഞുകൊണ്ടുണ്ട്. പക്ഷെ ശരിക്കും വെളിങ്ങനെ കരയുന്നില്ല. വെളിങ്ങനെ കരയാണെങ്കിൽ ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് പോയേനെ. ഓളിങ്ങനെ എണീച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഓ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം കുത്താൻ നോക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോൾ എണീച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. ഇപ്പം ഞാൻ ഓർക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാം ശരിക്കും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഡെലിവറിക്ക് മുമ്പേ ചെയ്യാമായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് സമയമുണ്ടായി. അന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് മടിയായിരുന്നു ശരിക്ക്. എന്താ പറയുക വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മടിയായിട്ട് ഞാൻ അന്ന് സ്കിപ്പ് ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ അന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഫുള്ള് ഫിനിഷിങ് വർക്ക് ആയേനെ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാവ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ പോയി വരുന്നവരെ എൻ്റെ ബാക്കിയുള്ള വീഡിയോ എല്ലാം കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.